ഇതിന്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. എന്താ രസമല്ലേ? എൻ്റെ മോനെ എന്താണ് ഇത്? ബൈ ബൈ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നേരെ പോകുന്ന ഫുക്കറ്റിലോട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ നിർത്തിയേക്കുന്ന സുറത്താനിലാണ്. അപ്പോൾ സുറത്താനിലൊരു ചെറിയൊരു ഹോം സ്റ്റേയിലാണ് നമ്മൾ വണ്ടി നിർത്തിയത്. അപ്പം ഇന്നലെ രാത്രി മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ നിർത്തി. അപ്പോൾ ഇവിടുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ രാവിലെ ഡയറക്റ്റ് ഫുക്കറ്റിലേക്കല്ല പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, സമസ്യത്ത് എന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫുക്കറ്റിലെ കാഴ്ചകളും പിന്നെ എന്തായാലും നമ്മൾ ഇന്ന് മൊത്തം ഫുക്കറ്റിലെ അവിടുത്തെ ലോക്കൽ ഏരിയ ഒക്കെ ആയിരിക്കും കവർ ചെയ്യുക. വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. സോ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. സോ അപ്പോൾ നമ്മുടെ ബൈക്കൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം 12 മണിയായി. നമ്മളൊരു 2 മണിയാകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു വ്യൂ പോയിന്റിൽ എത്തും വിചാരിക്കുന്നത്. അപ്പോൾ നേരം അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ പെട്രോളെല്ലാം അടിക്കാനുണ്ട്, കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ വണ്ടി മൊത്തത്തിലൊന്ന് ചളിയായി. അപ്പോൾ ഫുക്കറ്റൊക്കെ എത്തുന്ന മുമ്പ് ഒന്നുകൂടി വാട്ടർ വാഷൊക്കെ ചെയ്ത് റെഡിയാക്കണം. കാരണം ഒരുപാട് നമ്മുടെ ഇന്ത്യക്കാരും ഫോറിനേഴ്സൊക്കെ ഉണ്ടാകുന്നില്ല. അപ്പം കാണുമ്പോൾ ഒരു മര്യാദ വേണ്ടേ. അപ്പോൾ ഒന്ന് വാട്ടർ വാഷ് ചെയ്യണം. അവൻ്റെ വണ്ടിയൊക്കെ നല്ലപോലെ ചളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാം. ബൈക്ക് ഓൺ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ലഗേജ് കുറവാട്ടോ. ഞാൻ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡ്രോണും ഉണ്ട്, പിന്നെ അല്ലറ ചില്ലറ നമ്മുടെ ഗോപ്രോന്റെ ചാർജർ, ഇവിടെ ക്യാമറ, രാഹുലിന്റെ ഒരു ക്യാമറ ഉണ്ട്. കഴിഞ്ഞല്ലോ ഞാൻ ഇതേപോലെ ഇത് ക്യാരി ചെയ്യുമ്പോൾ ഭയങ്കര ഷോൾഡർ പെയിൻ വരുന്നുണ്ടായിരുന്നു. നമ്മൾ ബാക്കിലിട്ടിട്ട് ഓടിച്ചോണ്ടെന്ന്. ഇതിൽ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. വെയിറ്റ് ഇല്ലെങ്കിൽ പോലും കുറേ നേരം നമ്മളിത് ഒരു പെർട്ടിക്കുലർ സാധനം ഷോൾഡറിലിട്ട് ഓടിക്കുമ്പോൾ നല്ല ബാക്ക് പെയിൻ വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത് ലഗേജിൽ ലോക്ക് ചെയ്ത്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ഇറങ്ങാം. ബൈ ബൈ. നല്ല പെരുമാറ്റമായിരുന്നു ഇവിടുത്തെ ആൾക്കാർ കേട്ടോ. കുരങ്ങന്മാരെ നോക്കിയാട്ടോ, കുരങ്ങന്മാരെ കെട്ടിയിട്ട് ഉണ്ടോ നോക്കി. പെറ്റ്സാന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആട്ടോ ഇന്ന്. പിന്നെ മെയിനായിട്ട് നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചോട്ടോ. ഫുഡ് കഴിച്ച കോമഡിയാണ്. ഇപ്പോൾ ക്യാരീൻ്റെ വീട്ടിൽ ക്രിസ്മസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ. സോ അപ്പോൾ അവിടെ ഫുഡ് കുറേ ബാക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മളെന്താക്കി കുറച്ച് കെട്ടിയെടുത്തു. പിന്നെ തണുപ്പ് കാലമല്ലേ, വലിയ ഫുഡൊന്നും അങ്ങനെ കേടാവത്തില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളെന്താക്കി ബാഗിലെടുത്തു. രാവിലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേന്ന് അവരുടെ അടുത്ത് ഓവൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് ഞങ്ങൾക്ക് ചൂടാക്കി തരുമെന്ന് വെച്ച്. പുള്ളിക്കാർ ചൂടാക്കി തന്നു. നല്ല ചൂടോടെ അപ്പവും ബീഫും രാവിലെ തന്നെ കഴിച്ചു. അതുകൊണ്ട് വയറിറങ്ങി. ഇനിയിപ്പം രാത്രി എവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി. സാധാരണ ഞങ്ങൾ 3 പേര് ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാറില്ല, ലഞ്ച് കഴിക്കാറില്ല നമ്മൾ മെയിനായിട്ട്. ഒന്നിക്കൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ ഉച്ചക്ക് രാത്രിത്തെ ഡിന്നർ കഴിക്കും. ലഞ്ച് ഞങ്ങൾ അധികവും സ്കിപ്പ് ചെയ്യാറ് പതിവ്. എൻ്റെ മോനോട് ഇവിടെ നോക്കടാ, നോക്ക്. ഓൾമോസ്റ്റ് നമ്മളങ്ങനെ ഫുക്കറ്റ് എത്താറായി. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു 40 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി സ്പോട്ടിലാണ്. ഫുക്കറ്റ് എത്തുന്നതിന് മുമ്പ് ഒരു സമസ്യത്ത് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻറ്റിലുള്ള ഞങ്ങൾ ഇത്ര പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങൾ ഈ ഒരു വ്യൂ പോയിൻ്റ് കണ്ടുകൊണ്ട് നമ്മൾ ഫുക്കറ്റ് എത്താറായപ്പോൾ എന്തായാലും ഒരു ബ്രേക്ക് എടുക്കാൻ വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം നമ്മൾ ഇത്ര പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ വ്യൂ നിങ്ങൾ നോക്കിക്കോളാം. എന്താ രസം എന്നറിയാം. ഇവിടുത്തെ വ്യൂ ഉണ്ട് നിങ്ങൾ, എന്താ അല്ലേ. ഫോട്ടോ എടുക്കാൻ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സ്റ്റാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കപ്പിൾസ് എല്ലാം വന്ന് ഇതിൻ്റെ അടുത്ത് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ ആ ഒരു വ്യൂ ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. എന്താ രസമല്ലേ. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഒരുപാട് ഏരിയാസ് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫറേയും കൂട്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ, കപ്പിൾസൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും.
ഈ ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ ഇതിൻ്റെയൊക്കെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഏരിയ കാണുമ്പോൾ എന്ത് രസമായിരിക്കും അറിയാം ഫോട്ടോയിലൊക്കെ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു, കപ്പിൾസൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടോ. ഇവിടെ നിന്നുള്ള ബാക്കിലുള്ള ആ വ്യൂ ഉണ്ടോ, എന്താ നോക്കിയാൽ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരമായി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. കാരണം ഫുക്കറ്റിലെ വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ഇങ്ങനെ അവതാർ ഹിൽസ് ഇല്ല, അതുപോലത്തെ ഒരുപാട് മലകൾ നമുക്ക് ആ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോസെല്ലാം കാണുമ്പോൾ ഒരു ആഗ്രഹമായിരുന്നു ഇതൊക്കെ വന്നിട്ട് കാണണമെന്ന്. ഞാനിവിടെ വന്നിട്ട് തായ്ലാൻഡിൽ വന്നിട്ട് 6 വർഷമായി. അപ്പം 6 വർഷത്തോളം ഞാനെന്താ ഇങ്ങോട്ട് വരാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം പൈസ, പിന്നെ അതിനുള്ള സമയം. ഈ ഫുക്കറ്റ് പോലത്തെ സ്ഥലത്തൊക്കെ വരണമെങ്കിൽ നമുക്ക് ബൈക്ക് റൈഡ്, നമുക്ക് ഫ്ലൈറ്റിലൊക്കെ വരുന്നത് വലിയ കുഴപ്പമില്ല. നമ്മൾ ബൈക്ക് റൈഡായിട്ട് വരണമെങ്കിൽ എന്തായാലും ഒരാഴ്ചയൊക്കെ ലീവ് വേണം. കഴിഞ്ഞ നമ്മൾ നോർത്ത് തായ്ലൻഡ് പോയതുകൊണ്ട് 1 വർഷം കാത്തിരിക്കേണ്ടി വന്നു നമുക്ക് സൗത്ത് തായ്ലൻഡ് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് 1 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഇവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തതിന് ശേഷം നേരെ ഫുക്കറ്റിലോട്ട് പോകും. ഫുക്കറ്റിൽ നോക്കിയിട്ട് റൂം എടുത്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊത്തം നൈറ്റ് ലൈഫും നിയർ ബൈ അല്ല ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഐലൻഡ് ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. എന്തായാലും നമുക്ക് ഫുക്കറ്റിലോട്ട് പോകാം. സോ അപ്പോൾ നമ്മളങ്ങനെ പെട്രോൾ അടിക്കാൻ വന്നിട്ടുള്ള ഇനിയിപ്പം ഇവിടുന്ന് ഫുൾ ടാങ്ക് ചെയ്യണം. അതാ ഒരു GS. നമ്മുടെ നാട്ടിൽ നമുക്ക് സ്റ്റേറ്റ് വൈസ് പെട്രോളിൻ്റെ റേറ്റ് മാറുന്നുണ്ട്. ഇവിടെ മൊത്തം തായ്ലാൻഡിൽ ചില ഐലൻഡ്സ് ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും ഒരേ റേറ്റാണ് വരിക. സോ അപ്പോൾ നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തി. ഇതാണ് ഫുക്കറ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇപ്പോൾ ഇവിടെ പോലീസ് ചെക്കിങ് ഉണ്ടാവും. നമ്മൾ പോലീസ് ചെക്കിങ് അല്ല, പോലീസ് മോണിറ്ററിങ്. ഇവിടെ ക്യാമറാസ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ജസ്റ്റ് നോക്കും വണ്ടിയുടെ. അങ്ങനെ നമ്മൾ ഫുക്കറ്റിൻ്റെ അകത്തോട്ട് കയറി. ഞങ്ങൾ അധികം ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തിയതിന് ശേഷമാണ് റൂം സെർച്ച് ചെയ്യാറ്. ഫുക്കറ്റിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കോഫി കുടിക്കുന്ന ഇടയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റ് ഉള്ളൊരു ഹോട്ടൽ റൂം നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ ആദ്യം 1800 പറഞ്ഞു. പിന്നെ ഞങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് അവർ ഒരു 1200 ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു ദിവസത്തേക്ക് 1000 വെച്ചിട്ട് 2000 ബാത്തിന് ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 5 മണിയാവാറായി. ഇപ്പം റൂമിൽ നേരെ ചെന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ബീച്ചിലോട്ട് ഇറങ്ങാൻ വിചാരിക്കുന്നു. 2-3 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം ഒരു 8-8:30 ആയപ്പോൾ നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ നേരെ വന്നേക്കുന്നത് പത്തോങ് ബീച്ചിലാണ്. അപ്പോൾ ഇതാണ് ഫുക്കറ്റ് വാക്കിംഗ് സ്ട്രീറ്റ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ട് പത്തോങ് ബീച്ചിലോട്ട്. പാർക്കിങ്ങിന് സ്ഥലമില്ലാത്തതുകൊണ്ട് നേരെ സെൻട്രലിന്റെ പാർക്കിങ്ങിലോട്ട് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് വന്നു. ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ടൂറിസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു റൂമിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇന്നലെ ഇന്നുമായിട്ട് ഒരുപാട് റൈഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ടയർഡായിരുന്നു ഞങ്ങൾ 3 ആളും. കാരണം നമുക്ക് നാളെ രാവിലെ ഐലൻഡ് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ 8 മണിയാകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. സോ അതുകൊണ്ട് വേഗം കിടക്കാമെന്ന് വിചാരിച്ചു. പട്ടാരുള്ള അമിതായിട്ടാണ് നമുക്ക് നാളത്തേക്കുള്ള ഐലൻഡ് ട്രിപ്പൊക്കെ ബുക്ക് ചെയ്തെന്ന്. ചെറിയ റേറ്റിനാണ് നമുക്ക് ബുക്ക് ചെയ്തെന്ന് പുള്ളി. നമ്മുടെ അടുത്ത വീഡിയോയിൽ ഫിഫി ഐലൻഡ് അതുപോലെ തന്നെ മായാബേക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരു സ്റ്റേ ഹാപ്പി. ബൈ.